ഇതൊരു 2002 മോഡൽ ഹ്യുണ്ടായി സൊനാട്ട ഗോൾഡ് ആണ്. ഇതൊരു വർക്ക്ഷോപ്പിൻ്റെ യാർഡിൽ കിടന്ന വണ്ടിയാണ്. 2001 മുതൽ 2005 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഹ്യുണ്ടായുടെ ഒരു പഴയ ലക്ഷറി കാറാണിത്. ഗ്ലോബലി ഇത് സൊനാട്ടയുടെ 4th ജനറേഷനാണ്. ഇന്ത്യയിൽ ഇത് ഹ്യുണ്ടായി ആദ്യമായിട്ട് അവതരിപ്പിച്ച സൊനാട്ടയാണ്. പ്രൊഡക്ഷനിലുണ്ടായിരുന്ന സമയത്ത് 15 ലക്ഷത്തോളം രൂപ ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്ന ഈ കാറിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട എതിരാളികൾ ഓപ്പൽ വെക്ട്ര, ഫോർഡ് മോണ്ടിയോ, ഹോണ്ട അക്കോർഡ്, ടൊയോട്ട ക്യാംറി എന്നിവയൊക്കെ ആയിരുന്നു. ഈ വണ്ടി 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിരുന്നത്. ഒരു 2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഒരു 2.7 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനുമാണ്. 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസിലാണ് ഇത് അവൈലബിൾ ആയിരുന്നത്. V6 പെട്രോൾ എഞ്ചിൻ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുമാണ് അവൈലബിൾ ആയിരുന്നത്. ഈ പർട്ടിക്കുലർ വണ്ടി 4 സിലിണ്ടറിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റായ സൊനാട്ട ഗോൾഡാണിത്. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാഗ്വർ എസ് ടൈപ്പിൻ്റെ ഇൻസ്പിറേഷൻ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക് ആംഗിളിൽ നിന്ന്. മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ് ലാമ്പ്സ് അന്നത്തെ കാലത്തുള്ള ബെൻസ് സി ക്ലാസിൻ്റെ നല്ല സാമ്യം തോന്നിക്കുന്നുണ്ട്. അതും പിന്നെ ഇതിൻ്റെ നീളം 4.7 മീറ്ററാണ് ഇതിൻ്റെ നീളം. അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒരു ലക്ഷറി കാറിൻ്റെ ഒരു ഗമയും റോഡ് പ്രസൻസും ഈ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ് വന്നിരുന്നത്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ടായിരുന്നു. 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് വന്നിരുന്നത്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആണ്. ബൂട്ടിൽ ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന ടൈപ്പ് ഒരു ആൻറ്റിനയാണിത്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരുന്നത്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. സീറ്റ്സ് വളരെ കംഫർട്ടബിളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന മോഡേൺ ലക്ഷറി കാർസിൻ്റെ സെയിം ലേഔട്ടിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ബീജും വുഡ് ഫിനിഷും ഉള്ള ഇൻറ്റീരിയറാണ് ഇതിന് വരുന്നത്. ഇൻറ്റീരിയറിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് 10 വേ അഡ്ജസ്റ്റബിൾ ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അണ്ടർ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലംബാർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട് സീറ്റ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡ് ആയിട്ടുള്ള 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വരുന്നത്. ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഡോറിൽ പവർ വിൻഡോസിൻ്റെയും പവേർഡ് മിറേഴ്സിൻ്റെയും റിയർ വിൻഡോ ലോക്കിൻ്റെയും സെൻട്രൽ ലോക്കിങ്ങിൻ്റെയും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ വിൻഡോ 1 ടച്ച് ഡൗൺ ആണ്. ഫ്യൂൽ ലിഡിനും ബൂട്ട് ഡോറിനും 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഡോറിൽ തന്നെ. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ ഗേജ് കൂടാതെ ഒരു ചെറിയ ഡിജിറ്റൽ ഓഡോമീറ്റർ റീഡിംഗ് കൊടുത്തിട്ടുണ്ട്. വൈപ്പറിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ സ്റ്റോക്സ് ഇപ്പോഴും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഡെഡ് പെഡൽ വരുന്നുണ്ട്. മിഡിലിൽ മോഡേൺ കാർസിൽ കാണുന്ന പോലെ AC കൺട്രോൾസ് കാണാം. അതിന് ചുറ്റും വുഡൻ ഫിനിഷും ഉണ്ട്. കാസറ്റും CD-യും ഇടാൻ പറ്റുന്ന ഓഡിയോ പ്ലെയറാണ് ഈ വേരിയൻറ്റിന് വരുന്നത്. സെൻട്രൽ കൺസോളിൽ ഒരു സിഗരറ്റ് ലൈറ്ററും ഒരു ആഷ് ട്രേയും കൊടുത്തിട്ടുണ്ട്. ആഷ് ട്രേയുടെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും ഇമ്പ്രസീവാണ്. അതിന് താഴെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പിന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്കും സെൻട്രൽ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ ഫുള്ള് വുഡൻ ഫിനിഷാണ്. ഗിയർ ബോക്സ് സൂപ്പറാണ്. ഷിഫ്റ്റ് ഫീൽ അടിപൊളിയാണ്. ഈ ഒരു ചെറിയ ബോക്സ് തുറക്കുമ്പം അതിനുള്ളിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ എവിടെയും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല. ആംറസ്റ്റിനുള്ളിൽ 2 സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഫിക്സ്ഡ് ആംറസ്റ്റാണ്. ബാക്ക് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സീറ്റും വളരെ സ്പേഷ്യസ് ആണ്. ബാക്കിൽ ഒരു സെൻട്രൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ AC വെൻ്റ് ഒന്നും ഇല്ല. സെൻട്രൽ ആംറസ്റ്റിനുള്ളിലും കപ്പ് ഹോൾഡേഴ്സും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ബാക്കിലൊരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബട്ടൺസ് ഇതാണെന്നാണ് തോന്നുന്നത്. ഫുള്ള് ഇളക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് അറിയാൻ വയ്യ. ഇതിൽ VAPS എന്ന് എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ കുറച്ച് കൺവീനിയൻസ് ഫീച്ചേഴ്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിലും ഒരു നല്ല ലക്ഷറി കാറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വണ്ടിയായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. പിന്നെ എനിക്ക് ഈ മോഡൽ സൊനാട്ടയുടെ ഒരു ആത്മബന്ധമുണ്ട്. ഇതിൻ്റെ പഴയൊരു പോസ്റ്റർ ഒരുപാട് വർഷം എൻ്റെ റൂമിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.